ശ്രീമതി സന്ധ്യ രാജു, ഇതാണ് സ്വാധീനത്തിൻ്റെ കാര്യം താങ്കളും പറഞ്ഞിരുന്നു. ഒരു സ്വാധീനം ചെലുത്തുവാൻ പറ്റിയുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഈ കാണാമറയത്തുള്ള അനാറുൽ ഇസ്ലാമിനും ഉണ്ടെന്ന് വിചാരിക്കുവാൻ പറ്റുകയില്ല. മാത്രമല്ല, ഒരു പ്രതിയുടെ സഹോദരനാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, അയാളോടൊപ്പമുള്ള കൂട്ടുകാരനാണ് ഈ കൃത്യം ചെയ്തത് എന്ന്. അപ്പോൾ അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ ആളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയതാണ്. അങ്ങനെ ഒരാൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പോലീസിന് ബോധ്യം വന്നതാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പൊടുന്നനെ പ്രതിയുടെ സഹോദരൻ തൻ്റെ സഹോദരനല്ല ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബഹീറുളുടെ ആ ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, ബഹീറുൾ ആദ്യം അമീറുളിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ബഹീറുൾ പറഞ്ഞത്, ആലുവയിലായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കാണാനായിട്ട് ചെന്നത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത്, പോലീസുകാർ പറഞ്ഞു ഹിന്ദിയിൽ മാത്രം സംസാരിച്ചാൽ മതി, അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കരുതെന്ന്. അപ്പം ഹിന്ദിയിൽ സംസാരിച്ചത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്. പിന്നെയാണ് ഈ കാക്കനാട് ജയിലിൽ അവർ പോയി കാണുന്നത്. അവിടെ കണ്ട് അവരുടെ ലാംഗ്വേജിൽ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഈ ബഹീറുൾ പറയുന്നത്. നൗ വാട്ട് വി ഹാവ് ടു സീ ഈസ്, നമ്മുടെ ചാർജ് ഷീറ്റിൽ പറയുന്നതും അമീറുൾ പറയുന്നതും ഇതെല്ലാം സാർ പറയുന്ന പോലെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ലിങ്ക് ചെയ്ത ഒരു കേസാണ്. എവിടെയെങ്കിലും ഒരു കണ്ണി പോയോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചാർജ് ഷീറ്റ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, കേസ് ഇത്രയും അമീറുളിനെ തന്നെ പിടിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ആ സർക്കംസ്റ്റാൻസ് എത്ര പ്രൊട്ടസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അമീറുളിനെ പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നത് തന്നെ. അല്ലെങ്കിൽ അത്രയും സമയം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പോലീസുകാർ ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടോ എന്ന് പോലും നമുക്ക് ശരിക്കും സംശയം ഉണ്ടായിരുന്നു, ദ വേ തിങ്സ് വേ ഗോയിങ് ഇൻ ദ ബിഗിനിങ്. സോ ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് അവിടെ ഉണ്ട്. ചാർജ് ഷീറ്റ് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി, ചാർജ് ഷീറ്റ് ഞാൻ കണ്ടിട്ടില്ല, ചാർജ് ഷീറ്റ് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി ആ ലിങ്ക് ഉണ്ടെങ്കിൽ ഒരു ഇന്നസെൻറ്റ് പേഴ്സൺ ഷുഡ് നോട്ട് ഗോ ജസ്റ്റ് ബിക്കോസ് he is a migrant worker, or just because he is from a minority community, or just because he does not have ഒരു effective legal support കിട്ടാൻ പറ്റാഞ്ഞതുകൊണ്ടാണെന്നുള്ള രീതിയിലായി പോരുത്. സോ നൗ ലീഗൽ എയ്ഡ് ലോയർ ഉണ്ട് ലീഗൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്. സോ ഡെഫിനറ്റ്ലി ഓൾ ദ ബെസ്റ്റ്, ഐ മീൻ ലൈക്ക് മാക്സിമം സപ്പോർട്ട് അവർക്ക് കൊടുക്കും. ശ്രീമതി സന്ധ്യ രാജു, ഈ ബദറുൽ ഇസ്ലാം ഇതിനു മുൻപ് രംഗപ്രവേശനം നടത്തിയിട്ടില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ അമീറുൽ ഇസ്ലാമിന് ഒരു വക്കീലുണ്ട്. ആ വക്കീലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വാദമുഖവുമായി അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ രംഗത്ത് വന്നത്? അല്ല, ബഹീറുളിന് തന്നെ ആക്ച്വലി നല്ല ഒരു പോലീസ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നു. ആരോടും സംസാരിക്കുന്നതിലും മറ്റേ അയാൾക്ക് നാട്ടിൽ പോകാൻ തന്നെ ഒരു നല്ല റെസ്ട്രിക്ഷൻ പോലീസുകാർ വഴി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നത് തന്നെ. സോ ബേസിക്കലി അയാളുടെ ബാക്കി ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇവിടെ വരാനായിട്ട് താല്പര്യപ്പെടുവാണെങ്കിലും തന്നെ അവർക്ക് പേടിയായിരുന്നു ദാറ്റ് അവർ തന്നെ പെട്ടുപോകുമോ എന്നുള്ളൊരു അവസ്ഥ. സോ ബേസിക്കലി ഇവർക്ക് ലാംഗ്വേജ് തന്നെ ശരിക്കും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഫോഴ്സിബിളി നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ഫോഴ്സിബിളി അവരെ കുറ്റക്കാരാണെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് അവർക്കും കൂടെ ഉണ്ട്. സോ നമുക്ക് ആ ഒരു സർക്കംസ്റ്റാൻസ് ഡെഫിനറ്റ്ലി മനസ്സിലാക്കണം. ശ്രീമതി സന്ധ്യ രാജു, അപ്പോൾ അല്ല ഈ അനാറുൽ ഇസ്ലാം എന്ന കഥാപാത്രത്തെ ഈ അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബദറുൽ ഇസ്ലാമിന് അറിയാമായിരിക്കുമല്ലോ. ആസാമിൽ ആ വ്യക്തി ഉണ്ടോ എന്ന കാര്യം ബദറുൽ ഇസ്ലാമിന് അറിവുള്ള കാര്യമാണല്ലോ. ഇതേക്കുറിച്ച് നിയമസഹായം നൽകുന്ന താങ്കളുടെ സംഘടന അന്വേഷിച്ചില്ലേ? ഈ അനാറുൽ ഇസ്ലാമിനെ കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയതാണ്, പക്ഷേ അസാമിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം അല്ലല്ലോ, ഞങ്ങൾ ഒരു ലീഗൽ എയ്ഡ് കൊടുക്കാനായിട്ട്, ലീഗൽ ഹെൽപ്പ് കൊടുക്കാനായിട്ടുള്ള ഒരു ടീമാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റിഗേഷൻ പോലീസുകാരാണ് നടത്തേണ്ടത്. ഞങ്ങൾക്ക് ബേസിക്കലി ഒരു ലീഗൽ അസിസ്റ്റൻസ്, ലീഗൽ പ്രൊസീജിയർ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലേന്ന് നോക്കി മാക്സിമം സപ്പോർട്ട് അവർക്ക് ജസ്റ്റിസ് കിട്ടണം. അത് ജസ്റ്റിസ് ജിഷയ്ക്കും കിട്ടണം, ജസ്റ്റിസ് അമീറുൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അമീറുളിനും കിട്ടണം. അപ്പോൾ ബഹീറുൾ വിചാരിക്കുന്നത് അവർ ചെയ്തിട്ടില്ല എന്ന്. സോ അതനുസരിച്ചുള്ള ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റോൾ ഇതിനകത്ത് വരുന്നത്. അതായത് ബദറുൽ ഇസ്ലാം, അമീറുൽ ഇസ്ലാമിൻ്റെ സഹോദരൻ,
ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസ് നേരത്തെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനാൽ മറഞ്ഞു നിൽക്കേണ്ട ഗതികേട് വരികയായിരുന്നു. അവിടെ താങ്കളുടെ സംഘടന ഇടപെട്ട് ഈ ബദറുൽ ഇസ്ലാമിന് അമീറുൽ ഇസ്ലാമിനെ കാണുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ജയിലിൽ വെച്ച് ഈ തുറന്നു പറച്ചിൽ നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നല്ലേ? യെസ്, അത് തന്നെ. ഒരു സപ്പോർട്ട്. ബിക്കോസ് ടോട്ടലി ഇങ്ങനത്തെ ഒരു ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസിൽ അയാൾക്ക് തന്നെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. ജിഷയുടെ കൊലം ചെയ്ത ഒരു ബ്രദറിൻ്റെ ഒരാളുടെ ബ്രദറാണെന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് തന്നെ ജീവനത്തിനൊരു ഇതുണ്ടായിരുന്നു. പോലീസുകാർ അതിൻ്റെ മുതലെടുത്തെന്നാണ് ഞങ്ങളുടെ ഒരു കണ്ടുപിടുത്തൽ. ശ്രീ CP ഉദയഭാനു, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത്. ഈ ബദറുൽ ഇസ്ലാം എന്നയാൾ പുറത്തു വന്നുകൊണ്ട് ഇങ്ങനെ ഒരു അനാറുൽ ഇസ്ലാമിൻ്റെ കാര്യം തുറന്നു പറഞ്ഞത് ഈ നിയമസഹായ വേദിയുടെ സഹായം കൊണ്ടാണ്, ഈ ഹ്യൂമൻ റൈറ്റ് ലോ നെറ്റ്വർക്ക് എന്ന സംഘടനയുടെ സഹായം കൊണ്ടാണ്. ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണെന്ന് അവർ പറയുന്നു. അതിനാൽ തന്നെ ഈ അനാറുൽ ഇസ്ലാം എന്നയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇനിയും അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനില്ലേ? അതോ കുറ്റപത്രം കൊടുത്തതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണോ? ചില ചേർക്കപ്പെടാത്ത കണ്ണികൾ കുറ്റപത്രത്തിൽ ഉണ്ടാകില്ലേ? ശ്രീ മഞ്ജുഷ്, ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് നേരത്തെ ഡോക്ടർ ഹിതേഷ് ശങ്കർ നടത്തിയ നിരീക്ഷണങ്ങളോടും മഞ്ജുഷിന് മറുപടിയായി പറഞ്ഞ കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. അതിനോടൊരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്തേണ്ടതുണ്ട്. ഞാൻ ഈ കേസിൻ്റെ രേഖകളൊന്നും തന്നെ കണ്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ മഞ്ജുഷും കണ്ടിട്ടുണ്ടാകില്ലെന്നാണ്. ഇവിടെ സംസാരിച്ച റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് ഉണ്ടല്ലോ, അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എവിടെ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് രേഖ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്? ഏത് വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിജ്ഞാന ശേഖരങ്ങൾ, അറിവ് എല്ലാം ഉണ്ടാവും. ആ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് അത് നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ചുമതല ശ്രീ മഞ്ജുഷിനുണ്ട്. കാരണം ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ല സംസാരിച്ചത്. അവിടെ മാർബിൾ വരുന്നു, അല്ലെങ്കിൽ റിഗർ മോർട്ടിസ് ഡെവലപ്പ് ചെയ്തു, ഇത്ര 13 മണിക്കൂർ കഴിഞ്ഞ് ഇന്നത് സംഭവിക്കും, 12 മണിക്കൂർ കഴിഞ്ഞ്, ഇതൊക്കെ ഫോറൻസിക് വിദഗ്ധന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റു പല സംഭവങ്ങളുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അന്വേഷണ ഏജൻസി പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന ഒരു നിരീക്ഷണം നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ അറിവെന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയാൽ കൊള്ളാം. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ സംശയം ദൂരീകരിച്ചതിന് ശേഷം മുന്നോട്ട് പോകാം. ശ്രീ ജോർജ് ജോസഫ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയതെന്നോ? ഈ മാർബിളിങ്ങിനെ കുറിച്ചും മൃതദേഹത്തിന് പോലീസ് നിരീക്ഷിച്ചതിനേക്കാൾ, പോലീസ് കണ്ടെത്തിയതിനേക്കാൾ, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിരുന്നു മരണം നടന്നിട്ട് എന്ന ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എങ്ങനെ താങ്കൾക്ക് കിട്ടിയെന്നാണ്? അത് ഒരു റിലയബിൾ ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. അത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി അത് ഈ കേസിൻ്റെ അന്വേഷണം നടത്തി തീരുന്നിടം വരെ അതേപ്പറ്റി നമുക്ക് പ്രസ്താവിക്കാനും പ്രിവിലേജ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. അത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ ഈ റിലയബിളായിട്ട് കിട്ടുന്ന ഈ വിവരങ്ങൾ ചർച്ച ചെയ്യുമ്പം ഇത് പോലീസിനോടൊരു വൈരാഗ്യത്തോട് പറയുന്നതല്ല. കാരണം സൗമ്യ കേസ് പോലെ ഇതിനകത്ത് സംഭവിക്കരുത്. പോലീസ് കറക്റ്റ് ട്രാക്കിൽ പോകണ ഉദ്ദേശത്തിൽ തന്നെയാണ്. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ ഇത് സംസാരിക്കുന്നത്. നമുക്ക് പല സോഴ്സും ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്തായാലും ചാർജ് ഷീറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനി അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇനി ട്രയൽ തുടങ്ങുമ്പോൾ മാത്രമേ മാധ്യമത്തിന് അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം വീണ്ടും ഇൻ്റർഫിയർ ചെയ്യാം. അത് അഡ്വക്കേറ്റ് ഉദയൻ സാർ അത് അംഗീകരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പം അത് വരട്ടെ. നമ്മുടെ എൻ്റെ ആ സോഴ്സ് ശരിയാണോ ഇല്ലയോ നമുക്കറിയാതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റെ കുറേ അധികം ശിക്ഷകണങ്ങളാണ് ഈ പോലീസ് കേസിൽ ഇതൊക്കെ അന്വേഷിക്കുന്നത്. നമുക്ക് പലരും ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പം നമ്മൾ ധാരാളം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഒരു ക്ലൂ ഇല്ലാത്ത കേസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ബിൽഡ് ചെയ്യുന്നത് മുഴുവൻ പോസ്റ്റ്മോർട്ടത്തിന് ഘടകവിരുദ്ധമായിട്ട് പോകാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത്. അത് പ്രോസിക്യൂഷന്, അത് പോലീസ് ഡയറിയിലുള്ള അതിനപ്പുറത്തോട്ട് പ്രോസിക്യൂഷന് എത്ര പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആയാലും ശരി പോകാൻ പറ്റില്ല. അപ്പം അതിനകത്ത് കാരണം ഇപ്പം സൗമ്യ കേസിന് സംഭവിച്ച് കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളണം കേരള പോലീസ് തീർച്ചയായിട്ടും. അപ്പോൾ കാരണം അതിനകത്ത് പോസ്റ്റ്മോർട്ടം ഡോക്ടർ, നേരത്തെ ഒരു ഫോറൻസിക് ഡോക്ടർ സംസാരിച്ചിരുന്നു. അതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒപ്പീനിയൻ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. കാരണം അതൊരു ഇൻഫറൻസാണ്.
പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളെ അതേ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്ത് വേണം കേസ് മുന്നോട്ട് പോകാൻ. കാരണം ഇതിനകത്ത് യാതൊരു പ്രതികളും ദൃക്സാക്ഷികളില്ല. നമുക്കാകെ കിട്ടുന്ന എവിഡൻസ് സീനിൽ നിന്നും ഇൻക്വസ്റ്റിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് കേസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടെ ഇത് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം കണ്ടിട്ടില്ല, പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെയുള്ള ചില വാക്കുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് കറക്റ്റ് ട്രാക്കിൽ പോകണമെന്നുള്ളത്. പക്ഷേ ഇത് നല്ല ഗുഡ് ഇൻറ്റൻഷനോട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പോലീസിനെ വിമർശിക്കുന്നതല്ല, പോലീസിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ. പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഉണ്ണിരാജയും അവർ നല്ല ടീമാണ്. അവർക്ക് ആ ഫിംഗർ പ്രിൻ്റ് പഴയ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അത് തള്ളിക്കളയാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് തള്ളിക്കളയണം. കോടതി അത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് പറയേണ്ടി വരും. കാരണം ഞാനത് മനോരമ, ഏഷ്യാനെറ്റ് ഇവരെല്ലാം അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അതിനകത്ത് കൃത്യം പറയുന്നുണ്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നും അയാൾ അവിടെ നിന്ന് പോയെന്നും. ഏപ്രിൽ 11 ആസാം ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പ്രതിയും മറ്റേ അനീറും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്നു? ഇതൊക്കെ നമുക്ക് പ്രോസിക്യൂഷന് ഒരു വൈതരണി ഉണ്ടാക്കുന്ന ഒരു ഏരിയകളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് അതൊക്കെ എടുത്തു പറയുന്നത്. അല്ലാതെ ഉദയഭാനു സാർ സംശയിച്ച പോലെ നമ്മൾ കണ്ട് പഴുതടച്ചല്ല. അത് നമുക്ക് എന്താ 4-5 ദിവസത്തിനകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വരും. കാരണം പബ്ലിക് ഡോക്യുമെന്റ് ആയി. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നമ്മൾ സംസാരിക്കാം. ഉദയഭാനു സാർ വരട്ടെ, ഞാനും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് റിലയബിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ പഴുതുകൾ ഉണ്ടാവരുത് എന്ന വിശ്വാസത്തിൽ തന്നെയാണ്, എന്ന ഉറച്ച ഉദ്ദേശത്തിൽ തന്നെയാണ് ജോർജ് ജോസഫ് പ്രതികരിച്ചത്. ശ്രീ CP ഉദയഭാനു, താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് സൗമ്യ കേസിന്റെ ഗതി പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ ഉണ്ടാകും എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം.